വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. എന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ നെറ്റ്വർക്ക് ലൈൻസ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ പുതിയ തീരുമാനം. സോ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ റെയിൽവേയിൽ അവസരങ്ങൾ ഒരുപാട് ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് RRB ജെയുടെ വേക്കൻസിയെ ഏത് തരത്തിൽ എഫക്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് RRB ജെയുടെ വേക്കൻസി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഇൻക്രീസ് ചെയ്തേക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തുകൊണ്ടാണ് വേക്കൻസിയിൽ ഒരു ഇൻക്രീസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്കുള്ളിൽ വന്നിട്ടുള്ളത്? അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതായത് റെയിൽവേ ആദ്യം വിളിച്ചിട്ടുള്ള എക്സാം ആയിരുന്നു RRBയുടെ ALP എക്സാം എന്ന് പറയുന്നത്. RRBയുടെ ALP എക്സാമിൻ്റെ കേസിൽ നമുക്കറിയാം 5800 പോസ്റ്റിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത്. അത് ശരിക്കും ആ വേക്കൻസി കുറവ് കണ്ട് പല ഉദ്യോഗാർത്ഥികളും വേണ്ട രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാതെ, അല്ലെങ്കിൽ അവർ വിചാരിച്ചു നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്, അതുകൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. സോ പലരും പറഞ്ഞു, കാരണം ഇതിന് മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് അത്രയും വലിയ വേക്കൻസി ഉണ്ടായിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് വെറും 5800 വേക്കൻസി വന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. എന്നാൽ ഈ 5800 വേക്കൻസി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല വീഡിയോസുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. റെയിൽവേയിൽ അത്രത്തോളം ഒഴിവൊന്നും അല്ല ഉള്ളത്, ഒരുപാട് ഒഴിവുകൾ ഇനിയും നികത്തപ്പെടാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വേക്കൻസി ഇൻക്രീസിനുള്ള എല്ലാ സാധ്യതയും നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ഈ 5800 വേക്കൻസിയിൽ നിന്ന് ഇൻക്രിമെൻറ്റ് വന്നുകാൻ 18,000-ത്തിലധികം വേക്കൻസിയിലേക്ക് അതെന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. RRB ALP 3 ഇരട്ടിയായിട്ടാണ് വേക്കൻസി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതായത് നോട്ടിഫിക്കേഷൻ ടൈമിലുള്ളതിൻ്റെ 3 ഇരട്ടി വേക്കൻസിയാണ് പിന്നീട് അവർ ഈ ഒരു അപ്ഡേറ്റിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സെയിം പാറ്റേണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ വേക്കൻസി സ്റ്റാർട്ടിങ്ങിൽ 9,000 വേക്കൻസിയാണ് നോട്ടിഫിക്കേഷൻ ടൈമിൽ വന്നതെങ്കിൽ, എന്നാൽ പിന്നീട് ഒരു പുതിയ അപ്ഡേറ്റിലൂടെ, പുതിയൊരു നോട്ടീസിലൂടെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, വേക്കൻസി ഇൻക്രീസ് ചെയ്തു. അത് 14,000 ഉയർത്തി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് വേക്കൻസിയിൽ വീണ്ടും ഒരു അപ്ഡേറ്റ് അവിടെയും സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം നടന്ന അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റായിരുന്നു RRBയുടെ JE പോസ്റ്റ് എന്ന് പറയുന്നത്. സോ JE പോസ്റ്റിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 7,911 പോസ്റ്റുകളിലേക്കാണ് നിലവിൽ നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസി വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ വിളിച്ചിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള എക്സാമാണ് NTPC. അപ്ലൈ ചെയ്യാത്തവരൊക്കെ അപ്ലൈ ചെയ്യുക. സോ ഈ NTPC എക്സാമിലും നിയർലി 11,000 വേക്കൻസിയുടെ അടുത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ ടൈമിൽ വന്നിരിക്കുന്നത്. അതായത് ഈ വേക്കൻസികൾ ഇതേപോലെ നിലനിൽക്കുമോ, അല്ലെങ്കിൽ ALP എക്സാമിനേഷനിലും ടെക്നീഷ്യൻ എക്സാമിലും സംഭവിച്ചതുപോലുള്ള ഒരു ഇൻക്രിമെൻറ്റ് ഇവിടെ സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും വേക്കൻസി ഇൻക്രീസിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കുറച്ചുകൂടി എന്താ പറയുക, ഇന്ത്യൻ റെയിൽവേ വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുകയാണ്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ നെറ്റ്വർക്ക് ലൈൻസ്, പുതിയ ട്രെയിൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ. വന്ദേ ഭാരത് പോലുള്ള ഒരുപാട് എന്താ പറയുക പ്രീമിയം ട്രെയിൻസുകൾ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി അവിടെ മാൻ പവറും ഇൻക്രീസ് ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ വേക്കൻസി ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. റെയിൽവേയുടെ നെറ്റ്വർക്ക് ലൈൻസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ടൈമിൽ പറഞ്ഞു. അതായത് പുതിയൊരു നോട്ടീസ് അല്ലെങ്കിൽ പുതിയൊരു ന്യൂസായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നതിൻ്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്, പുതിയ മാൻ പവർ റിക്രൂട്ട്മെൻറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവിടെ ചെറിയൊരു പ്രശ്നം കിടക്കുന്നത്, ഈ ഒരു വേക്കൻസി അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് RRB ജെയുടെ ഇപ്പം നിലവിൽ അപ്ലൈ ചെയ്ത ആളുകൾക്കാണോ ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ RRB JE എക്സാമിലാണോ വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നും നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതായത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ RRB ജെയുടെ നിലവിൽ എഴുതാൻ പോകുന്ന ആളുകൾക്ക് ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ടൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. കാര്യം അത് പോസ്റ്റ് ക്രിയേഷൻ്റെ ആ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ചിലപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. സോ അതിന് മുന്നോടിയായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഇതിനോടകം റെയിൽവേ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മേ ബി സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങളെടുത്ത് പറയുന്നത് 7,911 പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ അല്ല. അത് എത്രത്തോളം വലിയൊരു നമ്പറാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ SSC എക്സാംസ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ നോക്കി. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയിൽ ഓൾ ഇന്ത്യ ലെവലിൽ പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വേക്കൻസിയുടെ പകുതിയുടെ പകുതി പോലും ഉണ്ടാവാറില്ല. വളരെ ചുരുങ്ങിയ വേക്കൻസി മാത്രമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ വരാറുള്ളത്. ഇനി മറ്റ് അനേകം ടെക്നിക്കൽ എക്സാംസുകൾ, നമ്മൾ ഒരുപാട് ടെക്നിക്കൽ എക്സാംസുകൾ ഇതുണ്ട്, അവിടെയൊന്നും ഇത്രത്തോളം വേക്കൻസീസ് വരാൻ
വരാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വേക്കൻസി തന്നെയാണ്. മാത്രമല്ല ഇന്ത്യൻ റെയിൽവേയിൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല സാലറി ഉള്ള പോസ്റ്റ് തന്നെയാണ് RRB JEE എന്ന് പറയുന്നത്. സോ ഇൻ ഹാൻഡ് സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50,000-ന് മുകളിൽ ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും, തുടക്കക്കാർക്കോ അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് RRB JEE എന്ന് പറയുന്നത്. സോ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. റെയിൽവേയുടെ പുതിയ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുതിയ വേക്കൻസി അപ്ഡേറ്റ് വരും. തീർച്ചയായിട്ടും നിലവിലുള്ള വേക്കൻസി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വേക്കൻസി ഇൻക്രീസ് ചെയ്യുമോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് നമ്മൾ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളെ പാനിക് ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ പോസിറ്റീവായിട്ട്, നിങ്ങളെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ എക്സാമിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ 7,911 പോസ്റ്റിൽ നമുക്ക് ഒരൊറ്റ പോസ്റ്റ് മതി. ഒരു പോസ്റ്റിലേക്ക് ഒരാൾക്കേ ചെയ്യാൻ പറ്റും, ഒരാൾക്ക് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജോലി ലഭിക്കുള്ളൂ. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്ക് ഒരൊറ്റ പോസ്റ്റ് മതി അല്ലേ? ആ ഒരു പോസ്റ്റ് എന്ത് വില കൊടുത്ത് നമ്മൾ നേടിയെടുക്കുന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി സിൻസിയറായിട്ട് പഠിക്കുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസോട് കൂടി കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ ഞാനിവിടെ ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നമ്പറിലോ അതേപോലെ തന്നെ ഈ ഒരു ഗൂഗിൾ ഫോമിലോ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻട്രിയുടെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ കൂടുതൽ വിവരങ്ങൾക്കും അതേപോലെ ഇതേപോലുള്ള പുതിയ അപ്ഡേറ്റ്സുകൾക്കും വേണ്ടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.